ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം ഒരു ചെറിയ വിവരണത്തോടുകൂടി നമുക്ക് ഈ അധ്യായം ആരംഭിക്കാം. അതിനുശേഷം ചോദ്യോത്തരങ്ങൾ നോക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വചനഭാവത്തിലേക്ക് കടക്കാം. ന്യായാധിപന്മാർ 15-ാം അധ്യായം. ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് സാംസൺ ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. അവളുടെ ശയനമുറിയിൽ പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ഭാര്യാപിതാവ് പറഞ്ഞു, നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ തോഴന് വിവാഹം കഴിച്ചു കൊടുത്തു. അവളുടെ അനിയത്തി അവളേക്കാൾ സുന്ദരിയാണല്ലോ, അവളെ സ്വീകരിച്ചാലും. സാംസൺ പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ ഫിലിസ്ത്യരോട് എന്തെങ്കിലും ചെയ്താൽ അത് എൻ്റെ കുറ്റമല്ലെന്നും പറഞ്ഞു സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ച് ഈ 2 എണ്ണത്തെ വാലോട് വാല് ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തം വെച്ച് കെട്ടി ഫിലിസ്ത്യരുടെ കൃഷിസ്ഥലത്തിലേക്ക് വിട്ടു. എല്ലാം കത്തിച്ചാമ്പലായി. ഫിലിസ്ത്യർ വിവരം അറിഞ്ഞ് സാംസന്റെ ഭാര്യയെയും പിതാവിനെയും അഗ്നിക്കിരയാക്കി. സാംസൺ ക്രൂരമായി അവരെയെല്ലാം കൊന്ന് യാത്താം പാറക്കെട്ടിൽ പോയി ഒളിച്ചു. ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് ലേഹിപ്പട്ടണം വളഞ്ഞു. സാംസൺ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. യൂദാ നിവാസികൾ സാംസനെ ഏത്താം പാറക്കെട്ടിൽ നിന്നും ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവരുടെ അടുത്തെത്തിയപ്പോൾ സാംസന്റെ കെട്ടിയിരുന്ന കയർ കരിഞ്ഞ ചണനൂല് പോലെയായി തീർന്നു. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് എടുത്ത് ഫിലിസ്ത്യരുടെ 1000 പേരെ അവൻ കൊന്നു. എല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് റാമത്ത് ലേഹി എന്ന പേര് വന്നു. ദാഹിച്ച് വലഞ്ഞപ്പോൾ സാംസൺ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടെ ഒരു പൊള്ളയായ സ്ഥലം കർത്താവ് തുറന്നു കൊടുത്തു. സാംസൺ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. ആ സ്ഥലത്തിന് എൻഖലേക്കർ എന്ന പേര് കിട്ടി. ഫിലിസ്ത്യരുടെ കാലത്ത് സാംസൺ 20 വർഷം ന്യായാധിപനായിരുന്നു. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. ചോദ്യം: ഏതിൻ്റെ വിളവെടുപ്പ് കാലത്താണ് സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ പോയത്? ഗോതമ്പ്. വാക്യം 15:1. സാംസൺ എന്തിനെയാണ് കൊണ്ടുപോയത്? ഒരു ആട്ടിൻകുട്ടിയെ. വാക്യം 15:1. ചോദ്യം 3. ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കാൻ സാംസനെ ആരാണ് അനുവദിക്കാതിരുന്നത്? ഭാര്യയുടെ പിതാവ്. വാക്യം 15:2. 4. നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു. ന്യായാധിപന്മാർ 15:3 ഈ വാക്യം ആരോട് പറഞ്ഞു? സാംസന്റെ ഭാര്യാപിതാവ് സാംസണോട്. ചോദ്യം 5. ഭാര്യയ്ക്ക് പകരം ആരെ സ്വീകരിക്കാനാണ് ഭാര്യാപിതാവ് പറഞ്ഞത്? ഭാര്യയുടെ ഇളയ സഹോദരിയെ. ചോദ്യം 6. ഈ പ്രാവശ്യം ഞാൻ എന്തെങ്കിലും അതിക്രമം ചെയ്താൽ അത് എൻ്റെ കുറ്റമല്ലെന്ന് പറഞ്ഞ സാംസൺ ആരോടാണ് അങ്ങനെ പറഞ്ഞത്? ഫിലിസ്ത്യരോട്. വാക്യം 15:3. 7. സാംസൺ എത്ര കുറുനരികളെയാണ് പിടിച്ചത്? 300. ചോദ്യം 8. കുറുനരികളെ സാംസൺ എന്തു ചെയ്തു? വാലോട് വാല് ചേർത്ത് ബന്ധിച്ചു. ചോദ്യം 9. കുറുനരികളെ വാലോട് വാല് ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊടുത്ത് അവയെ സാംസൺ എന്തു ചെയ്തു? ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് ഇറക്കി വിട്ടു. 15. വാക്യം 15:5. ചോദ്യം 10. എന്ത് കാരണം കൊണ്ടാണ് സാംസൺ ഇങ്ങനെ ചെയ്തതെന്ന് അന്വേഷിച്ചറിഞ്ഞ ഫിലിസ്ത്യർ എന്തു ചെയ്തു? സാംസന്റെ ഭാര്യയെയും പിതാവിനെയും അഗ്നിക്കിരയാക്കി. വാക്യം 15:7. ചോദ്യം 11. ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? സാംസൺ ഫിലിസ്ത്യരോട്. വാക്യം 15:7. ചോദ്യം 12. സാംസൺ ഫിലിസ്ത്യരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞിട്ട് എവിടെ പോയാണ് താമസിച്ചത്? ഏത്താം പാറക്കെട്ടിൽ. വാക്യം 15:8. 13. ഫിലിസ്ത്യർ യൂദായിലെ ഏത് പട്ടണമാണ് ആക്രമിച്ചത്?
ലേഹി പട്ടണം. വാക്യം 15:9. ചോദ്യം 14. യൂദായിലെ എത്ര പേരാണ് ഏത്താം പാറക്കെട്ടിൽ സാംസനെ കാണാൻ ചെന്നത്? 3000 പേർ. ചോദ്യം 15. ആരാണ് ഞങ്ങളുടെ ഭരണകർത്താവെന്നാണ് യൂദാ നിവാസികൾ പറഞ്ഞത്? ഫിലിപ്സ്യർ. യൂദാ നിവാസികൾ ഫിലിപ്സ്യരാണ് ഞങ്ങളുടെ ഭരണകർത്താക്കളെന്ന് ആരോടാണ് പറഞ്ഞത്? സാംസണോട്. ചോദ്യം 17. സാംസണെ ബന്ധിച്ച് ആരുടെ കൈകളിൽ ഏൽപ്പിക്കാനാണ് യൂദാ നിവാസികൾ വന്നത്? ഫിലിപ്സ്യരുടെ. വാക്യം 13-12. ചോദ്യം 18. സാംസൺ യൂദാ നിവാസികളോട് എന്താണ് ആവശ്യപ്പെട്ടത്? നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് ശപഥം ചെയ്യണം. വാക്യം 15-12. ചോദ്യം 19. യൂദാ നിവാസികൾ എന്താണ് സാംസണോട് മറുപടി പറഞ്ഞത്? ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിപ്സ്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ. വാക്യം 15-13. എങ്ങനെയാണ് സാംസൺ പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നത്? പുതിയ 2 കയറുകൊണ്ട് ബന്ധിച്ച്. വാക്യം 15-13. ചോദ്യം 21. സാംസൺ ലേഹിയിലെത്തിയപ്പോൾ എങ്ങനെയാണ് ഫിലിപ്സ്യർ അവനെ സ്വീകരിച്ചത്? ആർപ്പുവിളികളോടെ. വാക്യം 15-14. ചോദ്യം 22. കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയർ എങ്ങനെയായിത്തീർന്നു? കരിഞ്ഞ ചണനൂലുപോലെ. വാക്യം 15-14. ചോദ്യം 23. ഫിലിപ്സ്യരോട് എതിർത്തപ്പോൾ സാംസൺ എന്താണ് കണ്ടത്? ആയുടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല്. വാക്യം 15-16. 24. സാംസൺ കഴുതയുടെ താടിയെല്ല് ആയുധമാക്കി എത്ര ഫിലിപ്സ്യരെയാണ് കൊന്നത്? 1000. വാക്യം 15-15. 25. കഴുതയുടെ താടിയെല്ല് കൊണ്ട് ഞാനവരെ കൂന കൂട്ടി. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു എന്ന് പാടി സാംസൺ എന്തു ചെയ്തു? ഘോഷിച്ചു. വാക്യം 15-16. 26. സാംസൺ താടിയെല്ല് വലിച്ചെറിഞ്ഞ സ്ഥലത്തിൻ്റെ പേര് റാമത്ത് ലേഹി. വാക്യം 15-17. 27. റാമത്ത് ലേഹി എന്ന പേരിൻ്റെ അർത്ഥം താടിയെല്ല്. 28. ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിചിതരുടെ കൈകളിൽ വീഴണമോ? ആരാണിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചത്? സാംസൺ. 18. വാക്യം 15-18. 29. ലേഹിയിലുള്ള പൊള്ളയായ സ്ഥലം തുറന്നതാര്? ദൈവം. വാക്യം 15-19. ചോദ്യം 30. സാംസൺ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. ആ സ്ഥലത്തിൻ്റെ കിട്ടിയ പേര് എൻഹലോക്കർ. വാക്യം 15-19. 31. ഏത് സ്ഥലത്തിനാണ് എൻഹലോക്കർ എന്ന പേര് കിട്ടിയത്? ലേഹി. വാക്യം 15-19. ആരുടെ കാലത്താണ് സാംസൺ ഇസ്രായേലിന് ന്യായപാലനം നടത്തിയത്? ഫിലിസ്ത്യരുടെ. വാക്യം 15-20. എത്ര വർഷമാണ് സാംസൺ ഇസ്രായേലിന് ന്യായപാലനം നടത്തിയത്? 20 വർഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.